കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ മരണത്തിൽ പ്രതി സതീഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും കുടുംബം. മകളുടെ മരണം കൊലപാതകമെന്ന പരാതി ശരിവെക്കുന്നതാണ് പുറത്തുവന്ന പുതിയ ദൃശ്യങ്ങളെന്ന് അച്ഛൻ മീഡിയ വണിനോട് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ എന്നും രാജശേഖരൻ പിള്ള കൂട്ടിച്ചേർത്തു. ഇവൻ്റെ കൊടിയ പീഡനങ്ങൾ മൂലമാണ് എൻ്റെ മോൾ മരണപ്പെട്ടത്. അതിൻ്റെ രീതി എന്താണെന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അവനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് എന്താണെന്ന് നടന്നെന്നുള്ളതിനൊന്നും ഒരു എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അവനിങ്ങനെ തുടർ ജാമ്യത്തിലിങ്ങനെ ഇടക്കാല ജാമ്യം തുടർന്നുകൊണ്ട് പോയില്ലേ. അവളെ കൊട്ടേഷൻ കൊടുത്ത് ഞാൻ അവളെ കൊല്ലും, എൻ്റെ ഒരു മാസത്തെ ശമ്പളം മതി അവളെ ഇല്ലാതാക്കാൻ അന്ന് പറയുന്ന വീഡിയോ വ്യക്തമായിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ഇനി ഇവൻ കൊട്ടേഷൻ കൊടുത്ത് വന്നതാണോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അത് തെളിയിക്കണം. അതിനുവേണ്ടി ഇവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീതിപീഠം അത് കണ്ണു തുറന്ന് കാണുക. ഇതൊക്കെ ഇവനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇവനെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജാമ്യം റദ്ദ് ചെയ്ത് ഇവനെ കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്യണം. എന്താണെന്നുണ്ടായത്, എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ നമുക്ക്. അന്വേഷണം എല്ലാം തൃപ്തരായിട്ടാണ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനവിടെ പോയിരുന്നു, ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, അതുല്യയുടെ മരണത്തിന് പിന്നാലെ തന്നെ നിരവധി വിഷ്വലുകൾ, ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സതീഷ് മർദ്ദിക്കുന്നതും മറ്റും കഴിഞ്ഞ ദിവസമാണ് പുതിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ അതുല്യയുടെ അച്ഛൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? അമൃത, ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ തന്നെ കുടുംബം പറഞ്ഞത് ഇത് സ്വാഭാവികമായ ഒരു മരണമല്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നു. കാര്യം 10 വർഷമായി മകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചു. നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് വരാതെ മകൾ തന്നെയാണ് അവിടെ പിടിച്ചു നിന്നത്. ഒരു ജോലിക്ക് കയറുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടെ പോയിരുന്ന വീട്ടുകാരോട് സംസാരിച്ച മകൾ എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കുടുംബം പറയുന്ന ആ കാര്യങ്ങൾ, അതായത് സ്വാഭാവിക മരണമല്ല എന്ന് പറയുന്നത് സാധൂകരിക്കുന്ന രീതിയിലാണ് ഉള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ. അതായത് ഒന്നുകിൽ കുത്തിക്കൊല്ലും, അല്ല എന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു കൊല്ലും എന്നൊക്കെ പറയുന്ന ആ സതീശന്റെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് പഴയ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണിൽ നിന്നുമാണ് കുടുംബം അത് കണ്ടെത്തി അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കുടുംബം ഇത്തരത്തിൽ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരാതി ഉന്നയിക്കുന്നത് കൂടുതൽ ശക്തമായിക്കൊണ്ട്. ഇപ്പോൾ ഇതുവരെയും അയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി, സതീഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം മുൻകൂർ ജാമ്യം അത് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ മൊബൈൽ ഫോണിൽ നിന്നുള്ള ആ ഒരു വീഡിയോ എപ്പോഴാണ് എടുത്തത്, അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മകളെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്തരത്തിൽ കൊന്നു എന്ന് കണ്ടെത്തുന്ന, അതായത് കൊലപ്പെടുത്തിയത് തന്നെയാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. എത്തരത്തിൽ ആ ഒരു കാര്യം ചെയ്തു എന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അയാളെ ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാര്യം ക്രൂരമായ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു, ക്രൂരമായ പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വന്നു. ക്രൈംബ്രാഞ്ച് നിലവിൽ നടത്തുന്ന അന്വേഷണങ്ങളോട് പൂർണ്ണമായും കുടുംബത്തിന് തൃപ്തിയുണ്ട്. ഇതുവരെയും സത്യം പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ, അയാളെ സതീഷിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം പുറത്തു വരുമെന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അച്ഛനും അമ്മയും ഒക്കെ ആയിരുന്നു ഇതുവരെയും പ്രതികരിച്ചു കൊണ്ടിരുന്നത്. സഹോദരി ഒപ്പമുണ്ട്. അതായത് ഷാർജയിൽ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായിരുന്നു താമസം. രാത്രി സഹോദരിയുടെ വീട്ടിൽ നിന്നുമാണ് വീട്ടിലേക്ക് വരികയും 11:30 വരെയൊക്കെ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുല്യയുമായിട്ട്. അപ്പോൾ സഹോദരി ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. ആദ്യമായിട്ടതുപോലെ തന്നെ അതുല്യയുടെ മരണത്തിന് പിന്നാലെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ കേസൊക്കെ നൽകിയതാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? എന്തുകൊണ്ടാണ് ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഇത്രയധികം താമസിക്കുന്നത്? ഏകദേശം 11 വർഷത്തോളം ആവുകയാണ് ഇവരുടെ വിവാഹം. അതായത് സതീഷും ഒപ്പം തന്നെ അതുല്യയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട്. ആ വിവാഹം കഴിഞ്ഞതിന് കുറച്ച് പിന്നാലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. പ്രധാനമായിട്ട് കുടുംബം ഉന്നയിക്കുന്ന പരാതി അമിതമായ മദ്യപാനമാണ്. ഈ അതായത് ഈ അതുല്യയുടെ മരണം നടക്കുന്ന ദിവസം പോലും 1300 ദിർഹത്തിന് ഒരു സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ
മദ്യപിച്ചതായുള്ള ഒരു വിവരവും അതായത് ആ സുഹൃത്തിൽ നിന്നും കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ മദ്യപിച്ച് കഴിയുമ്പോൾ അതിക്രൂരമായിട്ടാണ് അതുല്യെ ആക്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ബെൽറ്റ് ഇട്ടടിക്കുക, ഒപ്പം തന്നെ കഴുത്ത് ഞെരിച്ചു പിടിക്കുക, പ്ലേറ്റ് ഇട്ട് തലയ്ക്കടിക്കുക മുതലായ നിരവധിയായിട്ടുള്ള രീതിയിലാണ് ആക്രമണം നടത്തുന്നത്. സംശയം, അതായത് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പോലും ആ ദിവസം വീട്ടിൽ വന്നാൽ മകളെ ആക്രമിക്കുമെന്നുള്ള കാര്യം കുടുംബത്തോടൊക്കെ പറഞ്ഞിരുന്നു. കുടുംബം ആ മകളോട് തിരിച്ചു വരാൻ പറയുമ്പോൾ പറയുന്നൊരു കാര്യം, ഒരു പെൺകുഞ്ഞാണ് തനിക്കുള്ളത്, ആ കുഞ്ഞിനെ നന്നായി വളർത്തണം, ആ കുഞ്ഞിനെ അച്ഛൻ കൂടെ ആവശ്യമുണ്ട്, മാത്രമല്ല ഒരു ജോലി നേടിക്കാൻ, തനിക്ക് കൂടി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ബുദ്ധിമുട്ടില്ലാതെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും ഒരു കഴിഞ്ഞില്ല എന്നുള്ളതാണ് കുടുംബത്തെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അമൃത ചോദിച്ചതുപോലെ തന്നെ ഇതുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വിദേശ ഷാർജയിലായിരുന്നു സതീഷ് ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് സതീഷ് വരുന്നുണ്ട്. നാട്ടിലേക്ക് എത്തിക്കുന്നത് തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ്. ഈ ചവറ തെക്കുംഭാഗം പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് കൊലപാതക കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് പോലും ചോദിക്കുന്നത്, അതായത് അന്വേഷണ സംഘം ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇത്തരത്തിലൊരു കുറ്റം ചുമത്തിയിട്ടും എങ്ങനെ ഇയാൾക്ക് വളരെ പെട്ടെന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. ആ ലഭിച്ച മുൻകൂർ ജാമ്യം ഇപ്പോൾ വീണ്ടും നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജാമ്യം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ അതായത് ഈ കൃത്യത്തിന് അടുത്ത ദിവസങ്ങളിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നുള്ള ഒരു തെളിവ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രതിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കി അപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ജാമ്യം മുൻകൂർ ജാമ്യം റദ്ദാക്കിയില്ലെങ്കിൽ പോലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു അനുമതിക്ക് വേണ്ടിയും സമീപിക്കും എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബവും ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ശരി, ലിജോ റോളൻസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.